ഹലോ എവ്രി വൺ, വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് S6-ലുള്ള 2019 സ്കീമിലെ S6-ലുള്ള ഡൈനാമിക്സ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീനറിയുടെ ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. സോ നമുക്കിത് ക്വസ്റ്റ്യൻ സബ്ജക്ട് കോഡ് വരുന്നത് MET 304 ആണ്. ഡൈനാമിക്സ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീനറി എന്നാണ് സബ്ജക്റ്റിൻ്റെ പേരും വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ടോട്ടൽ മാർക്സ് എത്രയാണ്? 150 ആണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ഇൻ്റർവൽ ഇവാലുവേഷൻ മാർക്സ് എത്രയാണ്? 50 ആണ്. കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ മാർക്സ് എത്രയാണ്? 50 ആണ് നമുക്കുള്ളത്. അതുപോലെ സെമസ്റ്റർ എക്സാമിനേഷൻ നമുക്ക് എത്രയാണുള്ളത്? 100 മാർക്സ് ആണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ എക്സാമിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്? 3 hours ആണെന്നുള്ളതും നിങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയുകയും ചെയ്യാം. സോ അടുത്ത നമ്മൾ എന്താണ്? കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ പാറ്റേൺ എന്താണ്? സോ നമ്മുടെ കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ്റെ പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ സോ നമുക്കറിയാം അറ്റൻഡൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറ്റൻഡൻസിന് എത്രയാണ്? 10 മാർക്സ് ഉണ്ട്. ആ പാറ്റേൺ ആണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ റെഗുലർ ക്ലാസ് വർക്ക്, നമ്മുടെ ട്യൂട്ടോറിയൽസ്, അസൈൻമെൻറ്റ്സ്, ഇതിനൊക്കെ സെൽഫ് ലേണിംഗ്, ഇതിനൊക്കെ എന്താണ് മിനിമം 3 numbers ഒക്കെ ആവശ്യമാണ്. സോ അതിന് നമുക്ക് വരുന്ന എന്താണ്? 15 മാർക്സ് ആണ്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടാവും അല്ലേ? നിങ്ങൾക്ക് സൈക്കിൾ ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും. സോ ദാറ്റ് മിനിമം നമ്പർ ഓഫ് ടെസ്റ്റ് എത്രയാണ്? 2 ടെസ്റ്റാണ്. സോ ദാറ്റ് ടെസ്റ്റ് കണ്ടെയ്ൻസ് എന്താണ്? ആ ടെസ്റ്റിനും 25 മാർക്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഇതാണ് നമ്മുടെ കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. സോ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്? നമ്മുടെ സെമസ്റ്റർ എക്സാമിനേഷൻ്റെ മാർക്സ് ആണ്. സെമസ്റ്റർ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ദർ ഇസ് ബി ടോട്ടൽ എത്രയാണ്? 100 മാർക്സ് ആണ്. നമുക്കറിയാവുന്നതുപോലെ പാർട്ട് എയും ഉണ്ടാവും, പാർട്ട് ബിയും ഉണ്ടാവും അല്ലേ? പാർട്ട് എയിൽ നമ്മൾ കണ്ടുവരുന്നത് എന്താണ്? ദാറ്റ് ദർ വിൽ ബി 3 മാർക്സ്. ഈച്ച് മൊഡ്യൂൾ, ഇപ്പോൾ നമുക്ക് മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 ആൻഡ് മൊഡ്യൂൾ 4 and 5 ഉണ്ട് അല്ലേ? 2019 സ്കീമിൽ 5 മൊഡ്യൂൾസ് ഉണ്ട്. ഈച്ച് മൊഡ്യൂൾ, അതായത് മൊഡ്യൂൾ ഫോർ എക്സാമ്പിൾ ഇഫ് ദർ ഇസ് മൊഡ്യൂൾ 1, അതിൽ നിന്ന് എത്ര 3 മാർക്സ് കാണും? 2 മാർക്സ് കാണും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പാർട്ട് എ കണ്ടെയ്ൻസ് എന്താണ്? പാർട്ട് എയിലുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്തിരിക്കണം. ആൻഡ് എന്താണ് പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ നമുക്ക് മൊഡ്യൂളിൻ്റെ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പാർട്ട് എ ആൻഡ് പാർട്ട് ബി പോലെ കാണും. നമുക്ക് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. സോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ പാർട്ട് എ കണ്ടെയ്ൻസ് എന്തായിരിക്കും? 10 ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുപോലെ തന്നെ 10 ക്വസ്റ്റ്യനിൽ ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്ക് ആയിരിക്കും? 3 മാർക്സ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം. പാർട്ട് ബി കണ്ടെയ്ൻസ് എന്താണ്? പാർട്ട് ബി ഓൾസോ കണ്ടെയ്ൻസ് 2 questions ഫ്രം ഈച്ച് മൊഡ്യൂൾ. സോ ദാറ്റ് ക്യാൻ ബി ആസ്ക് ഫോർ എന്താണ്? 14 മാർക്ക്. സോ 14 മാർക്ക് എന്ന് പറയുന്നത് ഒരു മൊഡ്യൂളിൽ നിന്ന് തന്നെ സ്പ്ലിറ്റായി ചോദിക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സ്പ്ലിറ്റായും ചോദിക്കാം, അല്ലെങ്കിൽ 14 മാർക്ക് എസ് എ ഹോളും നമുക്ക് ചോദിക്കാൻ പറ്റും. ആ പാർട്ട് ബിയിൽ ഫോർ എക്സാമ്പിൾ 11 എന്ന് നമ്മൾ വെക്കുകയാണെങ്കിൽ ദർ വിൽ ബി മൊഡ്യൂൾ 1-ൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 11 and 12. സോ ആ 11 or 12 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് എന്താണ്? 14 മാർക്സ് ആണ്. ദാറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ആസ് എ ഹോൾ, അല്ലെങ്കിൽ എന്തായിരിക്കും? സ്പ്ലിറ്റ് ചെയ്ത് ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, സോ യെസ്, അടുത്തത് വരുന്നത് നമ്മുടെ സിലബസിലേക്കാണ്. സോ സിലബസ് എന്ന് പറയുമ്പോൾ മൊഡ്യൂൾ 1-ൻ്റെ സിലബസ് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കി പോകാം. സോ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് ഉണ്ട്. ഓക്കെ, ഡൈനാമിക് ഫോഴ്സ് അനാലിസിസിലുണ്ട്. അതുപോലെ നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലൊക്കെ പഠിച്ച D'Alembert പ്രിൻസിപ്പിൾ, നമ്മുടെ എന്താണ് ഡൈനാമിക്കിൽ നിന്ന് സ്റ്റാറ്റിക്കിലേക്ക് ഒരു പ്രോബ്ലത്തിനെ മാറ്റി അത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി. അതുപോലെ തന്നെ 4 bar മെക്കാനിസം, നിങ്ങൾ മെക്കാനിക്സ് ഓഫ് മെഷീനറിയിലൊക്കെ 4 bar മെക്കാനിസം പഠിച്ചു. സ്ലൈഡർ, ക്രാങ്കും ലിങ്ക്സും ഒക്കെ കൺസിഡർ ചെയ്ത 4 bar മെക്കാനിസം നമുക്കറിയാം. അതുപോലെ എഞ്ചിൻ ഫോഴ്സ് അനാലിസിസ്, റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻസ്, അതുപോലെ തന്നെ പിസ്റ്റൺ ത്രസ്റ്റ്, എഞ്ചിൻ റോഡ് ഫോഴ്സ്, പിസ്റ്റൺ എഫേർട്ട്. അതുപോലെ തന്നെ അടുത്ത് വരുന്ന ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് കൺസിഡറിങ് ദ മാസ് ഉണ്ട്. രണ്ടാമത്തെ പാർട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലൈ വീൽസ് ആണ്. ഫ്ലൈ വീൽസ് എങ്ങനെ ഡിസൈൻ ചെയ്യാം, അതുപോലെ തന്നെ ഓരോ ഫ്ലൈ വീലിൻ്റെ എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ എന്തൊക്കെയാണ്, കോഎഫിഷ്യൻ്റ് ഓഫ് സ്പീഡ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മൊഡ്യൂൾ 1-ൽ പഠിക്കാൻ പോകുന്നത്. സോ ഈ മൊഡ്യൂൾ 1 പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ സിലബസിൽ ഉണ്ടല്ലേ. സോ ദിസ് ഇത് സിലബസ് വളരെ വാസ്റ്റാണ്. ബട്ട് നമ്മൾ ബേസിക്കലി ഇവിടെ പഠിക്കാൻ പോകുന്നത് എന്താണ്? വി ആർ അനലൈസിങ് ദ ഫോഴ്സസ് ഇൻ മെക്കാനിസംസ്. നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്? വി ആർ ഗോയിങ് ടു അനലൈസ് ദ മെക്കാനിസംസ് ഇൻ ഫോഴ്സസ് ഇൻ ദ മെക്കാനിസംസ് ലൈക്ക് എഞ്ചിൻ ആയിക്കൊള്ളട്ടെ. അതുപോലെ തന്നെ ഒരു മെഷീൻ സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ, സോ എഞ്ചിൻ എങ്ങനെ സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അതുപോലെ ഫ്ലൈ വീൽ, ഇതൊക്കെ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ വെഹിക്കിൾസിന് ഇൻഡസ്ട്രിയൽ എഞ്ചിൻസിലൊക്കെ ഈ എഞ്ചിനും അതുപോലെ ഈ ഫ്ലൈ വീലൊക്കെ സ്മൂത്തായിട്ട് റൺ ആകാൻ വേണ്ടിയുള്ള അനാലിസിസ് ആൻഡ് ഡിസൈനാണ് നമ്മൾ മൊഡ്യൂൾ 1-ൽ നമ്മൾ ബേസിക്കലി നോക്കുന്നത്. ഓക്കെ,
മൊഡ്യൂൾ 2 നോക്കുവാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈബ്രേഷൻസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. സോ വൈബ്രേഷൻസ് എന്താണ്? ഫ്രീ വൈബ്രേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞ രണ്ട് വലിയൊരു കാറ്റഗറിയിലാണ് നമ്മൾ നോക്കുന്നത്. സോ ദീസ് ആർ ദ മെയിൻ പാർട്സ് ഓഫ് ദിസ് സിലബസ്. ഓക്കെ, സോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ വൈബ്രേഷൻ എന്തുകൊണ്ടാണ് പഠിക്കുന്നത്? സോ നമ്മൾ എങ്ങനെ ആ ഒരു നോയ്സ് കൺട്രോൾ ചെയ്യാം, എങ്ങനെയാണ് നമ്മുടെ വെഹിക്കിളിൻ്റെ, ഫോർ എക്സാമ്പിൾ ഒരു മെഷീൻ ആണെങ്കിൽ മെഷീൻ്റെ കംഫർട്ട് അല്ലെങ്കിൽ ഒരു വെഹിക്കിളിൻ്റെ കംഫർട്ട് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, എങ്ങനെ നമുക്കൊരു ഫെയിലിയർ പ്രിവെൻറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും മെഷീൻസിൽ. അതുപോലെ തന്നെ വെഹിക്കിളിലുമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഒരു റൊട്ടേറ്റിംഗ് എക്യുപ്മെൻറ്റിലായിക്കൊള്ളട്ടെ, ഇതിലൊക്കെ നമ്മൾ എങ്ങനെ വി കൻ കൺട്രോൾ വൈബ്രേഷൻസ്, അതെങ്ങനെ വി കൻ ഇംപ്രൂവ് ദ കംഫർട്ട്, എങ്ങനെ ഫെയിലിയേഴ്സ് ഒഴിവാക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ ഈ മൊഡ്യൂളിൽ വളരെ വ്യക്തമായി പഠിക്കും. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു മൊഡ്യൂൾ 3. ഇവിടെ എന്താണ്? ഇൻട്രൊഡക്ഷൻ ടു 2 ഡിഗ്രി ഓഫ് ഫ്രീഡം. 2 ഡിഗ്രി ഓഫ് ഫ്രീഡംസ് ആണ് നമ്മൾ മൊഡ്യൂൾ 3യിൽ ബേസിക്കലി നോക്കുന്നത്. സോ അതുപോലെ തന്നെ അതിന് കുറച്ച് പാർട്ട്. രണ്ടാമത്തെ പാർട്ട് നമ്മൾ കടക്കാൻ പോകുന്നത് എന്താണ്? ഡിസൈനിലേക്ക് കടക്കും. ഓക്കെ, ഒരു ബേസിക് ഡിസൈനെ കുറിച്ച് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ മെറ്റീരിയൽ ബിഹേവിയർ എങ്ങനെ, ഒരു സേഫ് കോമ്പണൻറ്റിൻ്റെ മെറ്റീരിയൽ ബിഹേവിയർ എങ്ങനെയായിരിക്കും നോക്കും. അത് നമ്മൾ ഒരു മെക്കാനിക്കൽ കോമ്പണൻസ് നോക്കും, നമ്മൾ സ്ട്രക്ചറൽ കോമ്പണൻസിനൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കും ബിഹേവിയർ ഓഫ് സേഫ് കോമ്പണൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നോക്കും. ഓക്കെ, സോ പ്ലാസ്റ്റിക് ബിഹേവിയർ, അതുപോലെ തന്നെ ഡക്റ്റൈൽ ആൻഡ് ബ്രിട്ടിൽ മെറ്റീരിയൽസിൽ എങ്ങനെയായിരിക്കും, ഷിയർ ബെൻഡിങ് ആൻഡ് ടോർഷണൽ സ്ട്രെസ്സസ് എന്താണ്, വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ദിസ് ഇൻ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കമ്പൈൻഡ് സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ, ഇതൊക്കെ നമ്മൾ നോക്കും. സോ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ തേർഡ് മൊഡ്യൂൾ വിൽ ബി എന്താണ്? ഡിഗ്രി ഓഫ് 2 ഫ്രീഡംസ്, ഡിസൈൻ ഓഫ് ഇൻട്രൊഡക്ഷൻ ടു 2 ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റംസ് ആയിരിക്കും മൊഡ്യൂൾ 3യുടെ ഫസ്റ്റ് ഹാഫ്. സെക്കൻഡിൽ എന്തായിരിക്കും? ഡിസൈൻ ആയിരിക്കും. ഓക്കെ, ആൻഡ് മൊഡ്യൂൾ 4ലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഷോക്ക് ആൻഡ് ഇമ്പാക്ട് ലോഡ്സ്, അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഷോക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇമ്പാക്ട് ആൻഡ് ഫാറ്റീഗ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. എന്താണ് ഒരു ലോങ് ലൈഫുള്ള ഒരു ജോയിൻ്റ് ഒക്കെ എങ്ങനെ ഡിസൈൻ ചെയ്യാം, ഒരു ജോയിൻറ്റിന് ലോങ് ലൈഫ് എങ്ങനെ നിൽക്കാം, അങ്ങനെയുള്ളൊരു ജോയിൻ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യാം. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഒരു ബ്രിഡ്ജസിലുള്ള കോമ്പണൻസ് അല്ലെങ്കിൽ പ്രഷർ വെസൽസ് അല്ലെങ്കിൽ മെഷീൻസ്, ഇങ്ങനെയുള്ള കോമ്പണൻസിലൊക്കെ ലോങ് ലൈഫ് എങ്ങനെ നമുക്ക്, ഫോർ എക്സാമ്പിൾ ഡിസൈനിങ് ലോങ് ലൈഫ് ജോയിൻസിൽ ലോങ് ലൈഫും അതുപോലെ തന്നെ കോമ്പണൻസ് ഇൻ ബ്രിഡ്ജസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? മൊഡ്യൂൾ 4ൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഡിസൈൻ ഓഫ് റിവറ്റഡ് ജോയിൻറ്റ്സ്, അതുപോലെ നമ്മൾ നോക്കും മെറ്റീരിയൽ ഫോർ റിവറ്റ്സ്, അത് ഞാൻ പറഞ്ഞ ലോങ് ലൈഫുള്ള ജോയിൻസിനെ കുറിച്ച് നമ്മൾ നോക്കും. ഷോക്ക് ആൻഡ് ഇമ്പാക്ട് ലോഡ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഫാറ്റിക് ലോഡിങ് എന്താണ്, കോൺസെൻട്രേറ്റ് ലോഡ് ചെയ്യുമ്പോൾ എന്താ ഫാറ്റിക് ഉണ്ടാകുന്നു, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് നോക്കുന്നു? ഈ മൊഡ്യൂൾ 4ൽ നമ്മൾ നോക്കും. ഗുഡ്മാൻ ആൻഡ് സോഡർബർഗ് ക്രൈറ്റീരിയാസ് ഒക്കെ നമ്മൾ എന്താണ് ഈ മൊഡ്യൂൾ 4ൽ നമ്മൾ മെയിൻലി നോക്കും. സോ മൊഡ്യൂൾ 4 and 5 എന്താണ് നമ്മുടെ നോക്കുക. മൊഡ്യൂൾ 4 and 5, മൊഡ്യൂൾ 1, 2 and 3 ബേസിക്കലി ഡീൽസ് വിത്ത് എന്താണ്? ഡൈനമിക്സ് ആണ്. സോ 3യുടെ ഒരു ഹാഫും 4 and 5ഉം ബേസിക്കലി എന്താണ്? ഡിസൈൻ ഓഫ് മെഷീനറി ആണ്. സോ വി ആർ ഗോയിങ് ടു ഡിസൈൻ മെഷീനറീസ്. ഓക്കെ, സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഇസ് എന്താണ് സേഫ് കോമ്പണൻസ് ആൻഡ് സേഫ് ഫോർ ലോഡിങ്, എന്താണ് ഫെയിലിയർ പ്രിവെൻ്റ് ആയിട്ടുള്ള പാർട്സ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ മൊഡ്യൂൾ 5ലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് അഗെയിൻ ഡിസൈൻ ഓഫ് എന്താണ്? ഡിസൈൻ ഓഫ് വെൽസ് ആൻഡ് സ്പ്രിങ്സ് ആണ്. ഡിസൈൻ ഓഫ് വെൽസ് ആൻഡ് സ്പ്രിങ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ നമ്മുടെ ഡിസൈൻ ഓഫ് വെൽസ് വിച്ച് ആർ യൂസ് ഇൻ മെഷീൻസ്, അതുപോലെ തന്നെ സ്പ്രിങ്സ് വിച്ച് ആർ യൂസ് ഇൻ ഓട്ടോമൊബൈൽസ് അല്ലെങ്കിൽ വെഹിക്കിൾസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന അതിനെക്കുറിച്ചുള്ള ഡിസൈൻ ആയിരിക്കും നമ്മൾ എന്തിൽ നോക്കുന്നത്? മൊഡ്യൂൾ 5ൽ ബേസിക്കലി നോക്കുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് മൊഡ്യൂൾ ഫോക്കസ് ചെയ്യുന്നതിലേക്കാണ്. ഞാൻ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞെങ്കിലും മൊഡ്യൂൾ 1 ഫോക്കസ് ചെയ്യുന്നത് ഡൈനമിക് അനാലിസിസ് ഓഫ് മെക്കാനിക്കൽ സിസ്റ്റം ആൻഡ് ഫോഴ്സ് അനാലിസിസ് ആണ്. സോ ബേസിക്കലി ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്? എൻജിൻ ആൻഡ് എന്താണ് ഫ്ലൈ വീലിൻ്റെ ഡിസൈൻ സച്ച് ദാറ്റ് എന്താണ് നമ്മുടെ മെഷീൻസ് എന്തായിട്ട് സ്മൂത്തായിട്ട് റൺ ചെയ്യാനും, അല്ലെങ്കിൽ എന്താണ് ഇൻഡസ്ട്രീസിലും അല്ലെങ്കിൽ വെഹിക്കിൾസിലുള്ള എൻജിൻ ആൻഡ് ഫ്ലൈ വീൽസ് ഒക്കെ സ്മൂത്തായിട്ട് റൺ ചെയ്യാനും അതിൻ്റെ ഡിസൈനെ കുറിച്ചുമാണ് നമ്മൾ. അതേപോലെ ഫോഴ്സ് അനലൈസ് ചെയ്യുന്നതാണ് നമ്മൾ മൊഡ്യൂൾ 1ൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ആംഗുലർ ആക്സലറേഷൻ, വെലോസിറ്റി ഓഫ് ദ പിസ്റ്റൺ, ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യും.
ആൻഡ് ഓൾസോ വി വിൽ ബി ലുക്കിംഗ് ഇൻ ടു എന്താണ് 4-bar മെക്കാനിസത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുകയും ചെയ്യും. ഓക്കെ, സോ നമുക്ക് എന്താണ് ലൈക്ക് ഒരു റോബോട്ടിക് ആം ഉണ്ട്, അല്ലെങ്കിൽ ലൈക്ക് ഒരു ലിങ്ക്സ് ഒക്കെ ഉണ്ട്, അതിനൊക്കെ അനലൈസ് ചെയ്യാൻ നമുക്ക് അതിന് എത്രത്തോളം ഫോഴ്സ് കൊടുത്താൽ എത്രത്തോളം എത്രത്തോളം ലോഡ് അത് വിത്ത് സ്റ്റാൻഡ് ചെയ്യും, ഓർ ഇറ്റ് ക്യാൻ എത്രത്തോളമുള്ള ഇമ്പാക്ട്സ് വിത്ത് സ്റ്റാൻഡ് ചെയ്യുന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ഫോഴ്സ് ഞാൻ പറഞ്ഞതുപോലെ മൊഡ്യൂൾ 2 ഫോക്കസ് ചെയ്യുന്ന എന്താണ് ഫ്രീ ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷനെ കുറിച്ചാണ്. സോ അനലൈസ് ഫ്രീ ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻസ് ഓഫ് സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം. സോ ഇവിടെ നമ്മൾ എന്താണ് സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റത്തിനെയാണ് നമ്മൾ ബേസിക്കലി നമ്മൾ അനലൈസ് ചെയ്യുന്നത്, ഫ്രീ ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഓക്കെ, ഇവിടെ എന്താണ് നമ്മളിവിടെ വൈബ്രേഷൻ അനലൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സോ നമുക്ക് നോയ്സ് റിഡക്ഷൻ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കംഫർട്ട് കൂട്ടണം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഫെയിലിയർ പ്രിവെൻഷൻ നമുക്ക് ചെയ്യാം. ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വി ആർ അനലൈസിങ് ഫോഴ്സ്ഡ് ആൻഡ് ഫ്രീ വൈബ്രേഷൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ നെക്സ്റ്റ് മൊഡ്യൂൾ ഡീൽസ് വിത്ത് എന്താണ് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റംസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ഡിസൈൻ. സോ നമ്മൾ മൊഡ്യൂൾ 3ലേക്ക് കടക്കുമ്പോൾ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കും. അതുപോലെ തന്നെ വിൽ ബി സ്റ്റഡിങ് അബൌട്ട് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ലഭിക്കുകയാണ്. ഡിസൈൻ എന്താണ്, എന്തിനാണ് ആവശ്യം, ഡിസൈനിങ്ങിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. ബേസിക് ഡിസൈനെ കുറിച്ച് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ മെറ്റീരിയൽ ബിഹേവിയർ ഓഫ് സേഫ് കോമ്പണൻസും നമ്മളിവിടെ മൊഡ്യൂൾ 3യിൽ നോക്കും. അടുത്തത് എന്താണ് ഷോക്ക് ആൻഡ് ഇമ്പാക്ട് ലോഡ്സ് ഫോർ ആൻഡ് ഡിസൈൻ ഓഫ് റിവറ്റഡ് ജോയിൻറ്റ്സ്. ഇവിടെ ഡിസൈൻ മെഷീൻ എലമെന്റ് സബ്ജക്റ്റ് ടു ഫാറ്റിക് ലോഡിംഗ് ആൻഡ് റിവറ്റഡ് ജോയിൻറ്റ്സ്. ഇവിടെ നമ്മൾ ഷോക്ക് അല്ലെങ്കിൽ ഇമ്പാക്ട് അല്ലെങ്കിൽ ഫാറ്റിഗിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ നമുക്ക് ഡിസൈൻ ഓഫ് ലോങ് ലൈഫുള്ള റിവറ്റഡ് ജോയിൻറ്റ്സിനെ എങ്ങനെ ഡിസൈൻ ചെയ്യാൻ നമുക്ക് പഠിക്കും. അതുപോലെ തന്നെ ബ്രിഡ്ജസിലുള്ള കോമ്പണൻസ്, എയർ വെസൽ, ഇങ്ങനെയുള്ള മെഷീൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ഡിസൈൻ നമ്മൾ നോക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ഫോർ ഇമ്പാക്ട് ലോഡ്സിന്, അല്ലെങ്കിൽ ഫാറ്റിഗ് ലോഡ്സിനൊക്കെ എങ്ങനെ പ്രോപ്പർലി വി കൻ ഡിസൈൻ എ സിസ്റ്റം എന്ന് നമ്മൾ നോക്കുകയും ചെയ്യും. സോ ഡിസൈൻ ഓഫ് വെൽഡഡ് ജോയിൻറ്റ്സ് ആൻഡ് സ്പ്രിങ്സ്. അതെന്താണ് ഡിസൈൻ വെൽഡഡ് ജോയിൻറ്റ്സ് ആൻഡ് ക്ലോസ് കോയിൽ ഹെലിക്കൽ കംപ്രഷൻ സ്പ്രിങ്സ് ഒക്കെ നമുക്ക്. സോ സ്പ്രിങ്സ് ആൻഡ് വെൽഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, സോ ഡിസൈൻ ഓഫ് വെൽഡ് സച്ച് എ വേ ദാറ്റ് ജോയിൻറ്റ്സ് വിൽ ബി joints will have long life and good durability. അതുപോലെ തന്നെ നമ്മൾ we will be analyzing springs which will be ഷോക്സ് അബ്സോർബ് ചെയ്യുന്നത് പോലെയും, അല്ലെങ്കിൽ എത്ര ടേൺസ് വേണം, അല്ലെങ്കിൽ വാട്ട് ടൈപ്പ് ഓഫ് ലോഡ് ഇറ്റ് വിൽ ബി പുട്ട് ഇൻ ടു, അതിനനുസരിച്ചുള്ള സ്പ്രിങ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. ഓക്കെ, ബേസ്ഡ് അപ്പോൺ ദ ആപ്ലിക്കേഷൻ നമ്മൾ ക്ലോസ് കോയിൽ അല്ലെങ്കിൽ ഓപ്പൺ കോയിൽ സ്പ്രിങ്സ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നു വിത്ത് ഡെഫിനറ്റ് ഡയമീറ്റർ ഫോർ ദ വയർ. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു സർട്ടൻ ഇതിൽ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ബേസിക്കലി എന്തെങ്കിലും പഠിക്കുന്നു, ഈ മൊഡ്യൂൾ 5 നമ്മൾ പഠിക്കുകയും ചെയ്യും. ഓക്കെ, ഇതൊക്കെയാണ് S6-ലുള്ള ഡൈനാമിക്സ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീനറിയുടെ ഒരു ബ്രീഫ് ഇൻട്രോ. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.